ഗൈസ്, അപ്പം ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞാണ് എനിക്ക് ഇച്ചിരി പടം വരെയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പടം വരച്ചൊക്കെ ഞാൻ കാട്ടിത്തരാണ്. പക്ഷേ ഇതുവരെ വീഡിയോ കൂടെ ഞാൻ കാട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കാട്ടാമെന്ന് വിചാരിച്ചു. ബാക്കിൽ നിന്നാണ് ഞാൻ പടം വരച്ച് തുടങ്ങിയിരിക്കുന്നത്. കാരണം എൻ്റെ പക്കാണ് മറ്റേ ഈ ബലൂണിൻ്റെ അകത്ത് ഗോളി ഇട്ടിട്ട് റബ്ബർ ബാൻഡൊക്കെ വെച്ചിട്ട് അത് വെച്ചുണ്ടായി വരച്ചാണ്. പിന്നെ ഇത് ദേശീയ പതാക ഞാൻ ആദ്യമായി ഡ്രോയിങ് ക്ലാസ്സിൽ പോയപ്പോൾ വരച്ചതാണ്. ഇത് അതിന് ശേഷം വരച്ചാണ്. ഇതിനി കരിയും കൊണ്ട് വരച്ചത്. ഇത് ദേശീയ പതാക കരിയും കൊണ്ട് വരച്ചത്. ഇത് കപ്പൽ കരിയും കൊണ്ട് വരച്ചത് കേട്ടോ. ഇത് പിന്നെ ഞാൻ വേറൊരു ബുക്കിൽ നോക്കി വരച്ചതാണ് കേട്ടോ. ഇത് ഞാൻ വരച്ചത് എൻ്റെ പപ്പ വരച്ചാണ്. ഈ ആപ്പിള്, ചോക്കോബാർ, മാങ്ങ, കൊട ഇതൊക്കെ ഞാൻ വരച്ചാണ്. ഇനിയാണ് സ്കൂട്ടിൽ സ്വയം പോകുന്നത്. ഞാൻ കവായി സ്റ്റിക്കേഴ്സ് വെച്ച് വരച്ചതാണ്. കവായി സ്റ്റിക്കേഴ്സിന് അതേ മതി ഞാനിന്ന് വരച്ച് വെച്ചു. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഡ്രോയിങ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി കവർ സ്റ്റിക്കേഴ്സ് വരയ്ക്കണം. ഇത് ഞാൻ ബുക്കിൽ നോക്കി വരച്ചതാണ്. ഈ 2 ഒക്ടോബേഴ്സിൽ ഇതാര് വരച്ച ഇത് ഞാൻ വരച്ചത്. ഇതെൻ്റെ ചേച്ചി വരച്ചത്. ചേച്ചിയാണ് ചെറുമനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ക്യാമറയിൽ 2 ഒരേ മതി ഇരിക്കണേന്ന് മാത്രം. പക്ഷെ ചെറു ഉള്ളതാണ് മനസ്സ് ഉള്ളത്. കാരണം ഞങ്ങൾ ഈ മത്സരം വെച്ച് നോക്കിയതാണ്. ഇനിയുണ്ടോ? ഞാൻ ഡ്രോയിങ് ക്ലാസ്സിന് ഈ ആഴ്ച തികച്ചു പോയിട്ടില്ല. ഒക്കെ ബുക്കിൽ നോക്കി വരച്ചിരിക്കണതാണ്. ഇതിൽ പലതും ഏറ്റവും പാടുപെട്ടത് ഇതിൽ ഈ കോഴിക്കുഞ്ഞിനെ വരയ്ക്കണം. ഈ ടാസ്ക് തന്നെയാണ്. റൗണ്ട് സാധനങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലല്ലോ, അളവ് തന്നെ വേണ്ട. ഇതിൻ്റെ 2 സൈസ് കണക്കാണ് ഇരിക്കുന്നത്. അതിൻ്റെ കുറ്റമില്ല. അത് പഠിച്ചപ്പോൾ അങ്ങനെ പോയി. രണ്ട് ക്യാപ്സിക്കോ ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ക്യാരറ്റ് ഗൈസ്, ഇവിടെ എനിക്ക് ടൈം ടേബിൾ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കി വരച്ചത്. ഇത് ക്യൂട്ട് ഇമോജീസ്. ഇത് വേറെ ഒരു ക്യാരറ്റ്. ഇനിയുണ്ടോ നോക്കട്ടെ. ഇങ്ങനെ പടമല്ല. ഞാൻ വാട്ടർ കളറിൽ നല്ലോണം വീക്കാണ്. ഇത് കണ്ട മറ്റേ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. വാട്ടർ കളർ ഞാൻ ഏറ്റവും കൂടുതൽ വീക്കായത്. അയ്യോ, ഇത് വേറെ പിൻട്രസ്റ്റ് നോക്കി വരച്ചത്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കുപ്പി നോക്കി ഞാൻ വരച്ചത്. ഇതെൻ്റെ ഈ കാണാൻ പോകുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ കലാപരിപാടികൾ കണ്ട. അപ്പം അടുത്തത് ഈ പൂച്ചട്ടി. ഈ പൂച്ചട്ടി പോവും ഗൈസ്. ഇനി എന്തെങ്കിലുണ്ടോ? ഇനി ഒന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ വരച്ച് ബുക്ക് അത് ഞാൻ എടുത്തിട്ട് ഗൈസ് ഇതൊക്കെ വരച്ചത് ഈ ബുക്കിൽ നോക്കിയിട്ട് ഗൈസ്. ഇതൊന്നും ഞാൻ വരച്ചിട്ടില്ല. ഇതിൽ കുറച്ച് എൻ്റെ ഷെയ്ഡിങ് പരിപാടികളുണ്ട് ഗൈസ്. എനിക്ക് ഷെയ്ഡും അത്യാവശ്യം ഈ തീക്കോന്ന് ഇടവ്. ഇത് കളറ്, ഇതും കളറ്, ഇത് ഷെയ്ഡ്. എനിക്ക് തീക്കോന്ന് ഷെയ്ഡ് അറിയാവും. ഷെയ്ഡ് ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. കളറാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. ഇനി ഈ എയറോപ്ലെയിൻ നല്ലോണം ഇഷ്ടപ്പെട്ടു ഷെയ്ഡ് ചെയ്യാൻ. നല്ല പാടാന്ന്. കളറ് കൊളായിപ്പോയത് ഞാൻ വരയ്ക്കാത്ത.
ഇതിലൊക്കെ ഞാൻ ഏകദേശം മുഴുവനും കൊണ്ട് ഞാൻ കളർ അടിച്ച് തീർത്താണ്. ഇത് ചുമ്മാ ബോറടിക്കുമ്പോൾ ഞാനിത് മേടിക്കും, പക്ഷെ അധികം കളർ അടിക്കൊന്നുമില്ല. ഇനി എപ്പോഴെങ്കിലും ഇനി കളർ അടിച്ചതൊന്നുമില്ല, ഇനി കളർ അടിച്ചില്ല കേട്ടോ. ചുമ്മാ ബോറടിച്ചിരിക്കുമ്പോൾ ചുമ്മാ ഇന്ന് വരയ്ക്കുള്ളൂ. അപ്പോൾ എല്ലാവരോടും ഞാൻ എപ്പോഴും പറയുന്ന മതി, ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്. പിന്നെ നമ്മുടെ ഗീവ് 500 മറക്കണ്ട കേട്ടോ. 500 സബ്സ്ക്രൈബേഴ്സ് ആരെയോ മാത്രം. ഇപ്പോൾ 7 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അത് എത്രയും വേഗം 500 ആക്കിയാൽ നിങ്ങൾക്ക് അതിൽ 5 പേർക്ക് സമ്മാനങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.